ഹലോ ഓൾ, ഞാൻ ഡോക്ടർ മീന, സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് പറയാനായിട്ടാണ്. നോട്ടൊക്കെ ഉണ്ട്, കാരണം ഒരു പോയിന്റ് മിസ് ചെയ്യാൻ പാടില്ല എന്നെങ്കിൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകും. ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സീരീസാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്പീച്ച് ഡെവലപ്മെൻറ്റ് സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീച്ച് ഡെവലപ്മെൻറ്റ്, അതിൽ 6 മുതൽ 15 മാസം വരെയുള്ള കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ സ്പീച്ച് ഡെവലപ്മെൻറ്റും അവർ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന സയൻസും അതൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൾ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അവർ നമ്മളോട് ആംഗ്യങ്ങൾ കൊണ്ടോ അവർ ചെയ്യുന്ന ഓരോ രീതികൾ കൊണ്ടോ ഈവൻ മുഖം കൊണ്ടുപോലും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ ചിരിക്കുന്നത്, അവർ നോക്കുന്നത്, അവർ ശബ്ദമുണ്ടാക്കുന്നത്, കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു തരത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷനാണ്. ഈവൻ കരയുന്നത് പോലും അവരവരുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കരയുന്നത് പോലും. നമുക്ക് എന്താണ് പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് നോക്കാം. ഈ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതാണ് നമ്മൾ സംസാരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കേണ്ടതാണ് പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് കുഞ്ഞ് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുകയും അതിനോട് റിയാക്ട് ചെയ്യാനും തുടങ്ങും. ഈ റിയാക്ട് ചെയ്യുന്നതിനെ ഒരു ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർ ആംഗ്യത്തിലൂടെയോ അവർ എന്ത് രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ ജസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ജസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുന്നേ ഉള്ള ഷോർട്സ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വേവിങ്, ടാറ്റ ബൈ ബൈ പറയുന്ന പോലെ വേവിങ് ആണ്. രണ്ടാമത്തത് അവർ എന്തെങ്കിലും ക്ലാപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തിട്ട് ക്ലാപ്പ് ചെയ്യുക, അതെല്ലാം അതുണ്ട്. പിന്നെ കൈ ചൂണ്ടിക്കാണിക്കുക, എന്തെങ്കിലും ഒരു വസ്തുവിലേക്കോ എന്തെങ്കിലും ഒരു ആളിനെയോ ഒക്കെ കൈ ചൂണ്ടിക്കാണിക്കുന്നത്, അതുപോലെ എടുക്കാനായിട്ട് കൈ ഉയർത്തുന്നത്, തല കുലുക്കി നോ പറയുന്നത്, ഹൈഫൈ തരുന്നത്, ഇപ്പോൾ ബ്ലോയിങ് കിസസ്, ഇതെല്ലാം തന്നെ ഒരു തരത്തിൽ ജസ്റ്റേഴ്സാണ്. ഇത് കുഞ്ഞുങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി കാണിക്കുന്ന കാര്യങ്ങളാണ്. അവർ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻറ്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ്, അതായത് ഓരോ വയസ്സിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 6 മുതൽ 9 മാസം വരെ ആയിരിക്കും. 9 മാസത്തിനുള്ളിലായിരിക്കും നോർമലി കുട്ടികൾ ക്ലാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ വീടുകളിലൊക്കെ പണ്ടത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ചെപ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അവർ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ക്ലാപ്പിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റും റൈറ്റ് സൈഡും തമ്മിലുള്ളൊരു കോർഡിനേഷനാണ് നമ്മൾ ഈ ക്ലാപ്പിംഗ് എന്നതിലൂടെ വരുന്നത്. നമ്മൾ കുഞ്ഞ് ക്രോളിങ്, അതായത് എഴഞ്ഞു തുടങ്ങുമ്പോഴും ഇതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൻ്റെ കോർഡിനേഷൻ ഒരുമിച്ച് വരുന്നതാണ്. അതുവരെ കുഞ്ഞിന് ലെഫ്റ്റും റൈറ്റ് സൈഡുണ്ട്. അങ്ങനെ 2 സൈഡുകൾ തമ്മിലുള്ളൊരു കോർഡിനേഷൻ അവിടെ തുടങ്ങിയിട്ടില്ല. ക്ലാപ്പിംഗ്, ക്രോളിങ് ആ സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഡെവലപ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ആണല്ലോ നമ്മൾ ഈ മോട്ടോർ മൂവ്മെൻറ്റ്സ് ആയിട്ടും അതുപോലെ സ്പീച്ചിലും ഒക്കെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് കുഞ്ഞ് ഭംഗിയായി കംപ്ലീറ്റ് ചെയ്തു എന്ന് വേണം നമ്മൾ ക്ലാപ്പിങ്ങിലൂടെ ഉദ്ദേശിക്കാൻ. പിന്നെ പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്തു വേണം എന്നൊക്കെ ചൂണ്ടി പറയുക, അതൊക്കെയാണ് പോയിൻറ്റിങ്ങിലൂടെ കുഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് യൂഷ്വലി തുടങ്ങുന്നത് 9 മുതൽ 12 മാസത്തിനുള്ളിലാണ്. ഇത് ആക്ച്വലി നമുക്കൊരു ക്ലിയർ കട്ടായിട്ട് 9 മാസം തന്നെ തുടങ്ങും അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടിയും വ്യത്യാസമായതുകൊണ്ട് തന്നെ 9 മാസത്തിലും ഒരു 12 മാസത്തിന് ഇടയ്ക്കായിരിക്കും നോർമലി കുട്ടികളിൽ ഇത് കണ്ടുവരുന്നത്. അതുപോലെ വേവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈ ബൈ ഒക്കെ പറയുന്നത്, ടാറ്റ പറയുന്നത്, ആക്ച്വലി ആദ്യമൊക്കെ കുട്ടികൾ നമ്മൾ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യുമായിരിക്കും. അവർക്ക് അറിയില്ല ഈ ടാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈ ബൈ ആണ് പറയുന്നത്, ഒരാൾക്ക് ഗുഡ് ബൈ പറയുന്നതാണ് ഈ ടാറ്റ അല്ലെങ്കിൽ വേവിങ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലസൻറ്റ് ഇമോഷനാണ് എന്ന് മനസ്സിലാക്കി അവരത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയും പിന്നെ എൻകറേജ് ചെയ്യുന്നതിനോടുകൂടി അവരത് പിന്നെ പതുക്കെ അർത്ഥം മനസ്സിലാക്കി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ വേവിങ് അല്ലെങ്കിൽ ടാറ്റ പറയാൻ തുടങ്ങുന്നത് ഒരു 9 മുതൽ 12 മാസം വരെ ഇതിനുള്ളിലാണ് നമ്മൾ ടാറ്റ പറയാൻ തുടങ്ങുന്നത്. പിന്നെ വരുന്നതാണ് ഹൈ ഫൈവ് എന്ന് പറയുന്നത് 8 മുതൽ 15 മാസത്തിനുള്ളിലാണ് കുഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഷേക്ക് ദ ഹെഡ്, നമ്മളിപ്പോൾ നോ പറയാൻ പഠിപ്പിക്കുന്നത്. ഒരാൾ നോ, അവർ പെട്ടെന്നായിരിക്കും ഒരു ദിവസം നോ തല കുലുക്കിയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതും ഒരു 12 മുതൽ 15 മാസത്തിനുള്ളിലാണ് ഈ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കിസ്സസ് ബ്ലോ ചെയ്യാൻ, അതായത് ഫ്ലൈയിങ് കിസ് കൊടുക്കുക, അതൊക്കെയും 12 മുതൽ 15 മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ നോ പറയുന്നത് പോലെ തന്നെ യെസ് പറയാൻ വേണ്ടി കുഞ്ഞ് തലയാട്ടുന്നത് 15 മുതൽ 18 മാസം വരെയാണ്.
ഓക്കെ, ഈ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ അത് ഈ സംസാരത്തിൻ്റെ അല്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഒരു സ്റ്റേജാണ് ഈ പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് അഥവാ ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മളുമായിട്ടുള്ള അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് പേരൻസുമായിട്ടുള്ള ബേബിയുടെ ഒരു ബോണ്ടിങ്, അവരോടുള്ള കണക്ഷൻസ് ബേബീസ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മളെ മനസ്സിലാക്കാനും തുടങ്ങുന്നുണ്ട്, മനസ്സിലാക്കി അവർ നമ്മളോട് പ്രതികരിക്കാനും തുടങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൈനാണ് ഈ പ്രീ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റിസർച്ചുകൾ ഇത്രയും നാൾ പല സ്റ്റഡീസ് കാണിക്കുന്നത് നേരത്തെ ജസ്റ്റേഴ്സ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ കുറേ അധികം ജസ്റ്റേഴ്സ് കാണിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ വൊക്കാബുലറി സ്കിൽസ് അധികമായിരിക്കും, അല്ലെങ്കിൽ വൊക്കാബുലറിയിൽ അവർ യൂസ് ചെയ്യുന്ന പിന്നെ ഭാവിയിൽ അവരുടെ വൊക്കാബുലറി സ്കിൽസ് നല്ല മെച്ചപ്പെട്ട നിലയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മൾ പേരൻസ് എല്ലാം തന്നെ ക്യൂരിയസ് ആണ്, കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ വളരെ ക്യൂരിയസ് ആണ്. അപ്പോൾ ഇതിൽ പേരൻസ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നമ്മളൊരു 9-10 മാസമായിട്ടും കുഞ്ഞ് വേവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല, അത് മാത്രമല്ല പോയിൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന സൈൻ ഒരു 12 മാസമായിട്ട് കുഞ്ഞൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഇപ്പോൾ 6 മാസം മുതൽ കുഞ്ഞ് കാണിച്ചു തുടങ്ങുമ്പോൾ പേരൻസ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക. ഈവൻ ഇന്നത്തെ ഡെയിലി ആക്ടിവിറ്റീസ് ഇപ്പോൾ അച്ഛനും അമ്മയും വർക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഡെയിലി നടന്ന കാര്യങ്ങൾ കുഞ്ഞിനൊന്നും മനസ്സിലാവണമെന്നുണ്ടാവില്ല, പക്ഷേ വന്ന് വെറുതെ സംസാരിക്കുക. അപ്പോൾ അത്രയും വേർഡ്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുഞ്ഞിന്. അത് ചെയ്യുക. അതുപോലെ ആംഗ്യങ്ങൾ അവർ കാണിക്കുന്ന ടാറ്റ, അവർ തരുന്ന ഈ ഫ്ലൈയിങ് കേസ് അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക, വീണ്ടും ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ക്ലാപ്പ് ചെയ്യുമ്പോൾ കൂടെ ക്ലാപ്പ് ചെയ്യുക. അതായത് ഒരു കുഞ്ഞിനെ പോലെ നമ്മളും അവരോടൊപ്പം ബിഹേവ് ചെയ്യാം. അതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഈ സമയത്തൊക്കെ സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കണം. ഈവൻ എന്ത് സ്ക്രീൻസ്, മൊബൈലായാലും TV ഒന്നും തന്നെ അധികം നേരം അവരെ ഇരുത്താതിരിക്കുക, ഒട്ടും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് പറ്റുന്നില്ലെങ്കിൽ സ്ക്രീൻ ടൈം വളരെയധികം ചുരുക്കുക. അതുപോലെ തന്നെ നമുക്ക് സംസാരിപ്പിക്കാൻ, അതായത് ഞാൻ മറ്റേ മോട്ടോർ സ്കിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ വീണേ പഠിക്കുകയുള്ളൂ. അതുപോലെ സംസാരിക്കാൻ കുഞ്ഞ് പഠിക്കുന്നത് കളിയിലൂടെ പഠിക്കുകയുള്ളൂ. ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആണ്, അതായത് ലേണിംഗ് ടു ഇൻട്രാക്ഷൻ ആണ് നമുക്ക് സ്പീച്ച് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. നമ്മൾ കൂടെ ഇരുന്ന് കളിയിലൂടെ മാത്രമേ കുഞ്ഞിനെ വാക്കുകൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ ജസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള എൻകറേജ്മെൻറ്റും അവർക്കുള്ള പ്രോത്സാഹനവും കൊടുക്കുക. അപ്പോൾ അവർ വീണ്ടും അതിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും, ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. കൂടുതൽ സമയം അവരോട് സ്പെൻഡ് ചെയ്യുക, കളിക്കുക, കുഞ്ഞുങ്ങൾ കളിച്ച് വളരട്ടെ. ഓക്കെ, അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് ഞാൻ വരുന്നത് ഓരോ ജസ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് സ്പീച്ച് ഇമ്പ്രൂവ് ആവാൻ അല്ലെങ്കിൽ സ്പീച്ച് നേരത്തെ നടക്കാൻ എന്താണ് പേരൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. ബൈ.